ഈ അവസാനം എത്തണ എല്ലാ ആൾക്കാരും എത്തിച്ചേർന്നത് എവിടെയാണ്? ക്രിസ്തുവിലാണ്. ഒടുവിലെത്തുന്ന ആൾക്കാരും അവസാനം എത്തിച്ചേർന്നത് എവിടെയാണ്? ക്രിസ്തുവിലാണ്. ഒടുവിൽ എത്തുന്ന ആൾക്കാർ മാനുഷികമായിട്ട് അവർ വിശ്വാസികളല്ലെങ്കിൽ എത്തിച്ചേർന്നത് എവിടെയാണ്? നിരാശയിലാണ്. ഒടുവിലെത്തുന്ന ആൾക്കാർ അവർ വിശ്വാസികളാണെങ്കിൽ എത്തിച്ചേർന്നത് എവിടെയാണ്? ക്രിസ്തുവിലാണ്. ഈ 5:19 രോഗി, കടതവ രോഗി ഒടുവിലാണ് എത്തിയത്, അല്ലേ? അവസാനം എന്ത് ചെയ്ത്? കർത്താവിനൊരു പണിയുണ്ട് പണ്ട് മുതലേ, മനസ്സൊരുക്കി കളയും. മനസ്സൊരുക്കം. ദൈവവചനം കേൾക്കുന്നതിന് വേണ്ടി അവിടെ ഹൃദയത്തെ ഒരുക്കുന്ന പോലെ തന്നെ മനസ്സൊരുക്കും. കർത്താവ് ബൈബിളിൽ പറയുന്നൊരു വാക്കാണ്, ഈ ജനതയെ ഞാൻ നിനക്ക് ഏൽപ്പിച്ചു തരുമെന്ന്. അതിനാണ് മനസ്സൊരുക്കി കൊടുക്കും. ആ വീട്ടുകാരൻ്റെ മനസ്സൊരുക്കി കർത്താവ്. ഒരു സൈലൻ്റ് കഥാപാത്രമായിരുന്നു ആ വീട്ടുടമസ്ഥൻ. ഈ പിക്ചറിൽ ഇല്ലാത്തൊരാളാണ്. അയാളുടെ മനസ്സൊരുക്കി അയാൾ മുമ്പോട്ട് വന്നു. വാട്ട് ഹാപ്പൻ ടു യു? അപ്പോൾ പറഞ്ഞു, ഇതിങ്ങനെ തൂറി മെഴുകി കിടക്കുകയായിരുന്നു, മൂത്രമൊഴിച്ച് എല്ലാം കഴുകി ഉണക്കി നല്ല പായക്കിയിട്ട് പൊക്കിക്കൊണ്ട് വന്നപ്പോൾ ഈ സമയമായി. ഇപ്പോൾ ആൾക്കാരുടെ അകത്ത് കയറി എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ല, ഈ കുറച്ച് കഴിയുമ്പോൾ മരിക്കുമെന്ന് പറയും. അപ്പോൾ ആ വീട്ടുടമസ്ഥൻ പറഞ്ഞു, കുഴപ്പമൊന്നുമില്ല, എൻ്റെ വീടാണിത്, നിങ്ങൾക്കിതിൻ്റെ മേൽക്കൂര പൊളിക്കാം. ഹോ, എന്തൊരു സൊല്യൂഷനാണ്! ദൈവത്തിലെ നീ ദൈവത്തിലാണ് ആശ്രയിക്കുന്നുണ്ടെങ്കിൽ, അവസ്ഥാനമാണ് നീ എത്തിച്ചേർന്നെങ്കിൽ, ദൈവം നിന്നെ ആദ്യമാക്കുമെന്ന് പറയുന്ന ലോകത്തിലെ ഏക പുസ്തകമാണ് വിശുദ്ധ വേദപുസ്തകം. കൈയടിച്ച് കർത്താവേ. അപ്പോൾ ആ തറവാട് രോഗി ഇപ്പം ആദ്യമായല്ലേ? എല്ലാവരെയും ആദ്യം വന്നവരെക്കാളും ആദ്യമായി യേശുവിൻ്റെ അടുത്തായി, അല്ലേ? ഇതാണ് ദൈവത്തിൻ്റെ അവസ്ഥ. അപ്പോൾ അതുകൊണ്ട് നിൻ്റെ ആ അവസാനമാണ് നീ എത്തിയത്, നിൻ്റെ മെരിട്ടല്ല, നിനക്ക് യോഗ്യതയില്ലെന്ന് വിചാരിച്ചുകൊണ്ട് നീ നിരാശപ്പെടരുത്. കർത്താവിൽ നീ പ്രത്യാശപ്പെടണം. പ്രഭാഷകൻ 33:16 പറയുകയെ, എല്ലാവർക്കും അറിയാവുന്ന വചനമാണ്. ഒടുവിലാണ് ഞാൻ എത്തിയത്. കൊയ്ത്തിന് വന്ന കൊയ്ത്തുകാരുടെ കൂട്ടത്തിലേ ഒടുവിലാണ് ഞാൻ എത്തിയത്. പ്രഭാഷകൻ 33:16 തിരുവചനങ്ങൾ ഹൃദ്യമായൊരു വചനമാണ്. ഒടുവിലാണ് ഞാൻ എത്തിയത്. പിന്നെ അതുകൊണ്ട് എന്ത് സംഭവിച്ചു? കാലാവെറുക്കുന്നവരെ പോലെ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാൻ പിന്നിലായിപ്പോയി. ആ വചനമൊക്കെ ഭയങ്കര ഇട്ടിവെട്ട വചനമാണ്. ഞാൻ പിന്നിലായിപ്പോയവൻ്റെ ദൈവാനുഭവമാണ് അത്. എന്താ പറയുന്നത്? പിന്നിലായിപ്പോയവന് പിന്നെ എന്താ പറയണത്? കർത്താവിനെ മുന്നിലാക്കി. പ്രൈസ് ദി ലോർഡ്. അപ്പം നിൻ്റെ ബന്ധുക്കളല്ല, സ്വന്തപ്പെട്ടവരല്ല, പാർട്ടിയല്ല, ആരുമേ അല്ല. പിന്നെ എന്താണ്? കർത്താവ് എന്നെ മുന്നിലാക്കി. ദൈവമേ, നീ പിന്നിലായി പോയെന്ന് വിവാഹത്തിൽ, വീടിൽ, വസ്തുക്കളിൽ, അല്ലെങ്കിൽ ജീവിതത്തിൽ നീ പിന്നിലായി പോയെന്ന് നിനക്ക് തോന്നിയാൽ ദൈവത്തിൽ നിൻ്റെ മുമ്പിൽ ഒരു ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. എന്താണ്? ഈ പിന്നിലായി പോയവരെ മുന്നിലാക്കാനുള്ള ദൈവത്തിൻ്റെ സംവിധാനത്തിൻ്റെ പേരാണ് ജീസസ് ക്രൈസ്റ്റ്, കർത്താവ് യേശു. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. യേശു സ്തോത്രം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അതായത് അങ്ങനെ വരുമ്പോൾ ദൈവത്തെ തന്നെ ശരണപ്പെടണം. ദൈവത്തെ തന്നെ ശരണപ്പെടണം. ഇങ്ങനെ തോറ്റ ആൾക്കാർ മിക്കവാറും കാണുന്ന എവിടെയാണ്? ബാറിലൊക്കെയാണ് കാണുന്നത്. അവരൊക്കെ BC അങ്ങനെ പിന്നെയും തോറ്റിരിക്കണ കാണാം, ഇല്ലേ? അല്ലെങ്കിൽ അവർ വഴക്കാളികളായി മാറും. അല്ലെങ്കിൽ അവർ തോറ്റ ആൾക്കാർ പോകണ എവിടെയാണ്? ആഭിചാരത്തിന് പോവും, കുടുംബത്തിന് പോകും. ചില ആൾക്കാർ വിശ്വാസമില്ലാത്തവർ, ചിലൊക്കെ വെള്ളമടിക്കാൻ പോകും. അതായത് ഇതുകൊണ്ടൊന്നും, ഈ തീ കൊണ്ട് ഒന്നും ഈ ചേന വേഗത്തില്ല. തോറ്റ ആൾക്കാർ എവിടെയാണ് വന്നത്? എവിടെയാണ് വരേണ്ടത്? ജയിച്ചവൻ്റെ അടുത്താണ് വരേണ്ടത്. വേറെ ഒരു മാർഗവുമില്ല. കർത്താവെ, തോറ്റുവെന്ന് നീ വിനയത്തോടെ പറയണം. കാര്യം അഹങ്കാരം ഒരു പ്രശ്നം പിടിച്ച സാധനമാണ്. ഞാൻ തോറ്റല്ലോ, ഞാൻ മറ്റുള്ളവരുടെ മുമ്പ് ചെറുതായല്ലോ, ഞാനെന്നാണ് ചിന്തിക്കണത്.
അതുകൊണ്ട് ബൈബിള് എപ്പോഴും ആ വിഷയത്തെക്കുറിച്ച് പറയണത് അത് പ്രവൃത്തിയുടെ ഫലമല്ല, തന്മൂലം ആരും അത് അഹങ്കരിക്കേണ്ടതില്ല. എഫെസ്യർ 2:9. അതായത് നമ്മൾ തോറ്റ ഉടനെ ചെയ്യേണ്ടത് എന്താണ്? വിനയപ്പെടണം. എന്താണ്? അതെൻ്റെ മെറിറ്റിലുള്ള കാര്യമല്ല, യോഗ്യതയിലുള്ള കാര്യമല്ല, എൻ്റെ കർത്താവിൽ മാത്രമുള്ള യോഗ്യതയാണ്. അതുകൊണ്ട് ജയിച്ചാലും തോറ്റാലും ഞാൻ കർത്താവിൽ ആശ്രയിക്കും. ഇനി കർത്താവിനെ വിട്ട് ഒരു അടി മുന്നോട്ട് പോകണില്ല. എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കർത്താവ് മാത്രമാണ്. അവരെന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമില്ല, ആരെന്ത് പറഞ്ഞാലും ഞാനത് കാര്യമായി കണക്കാക്കുന്നില്ല. കർത്താവ് എന്ത് പറഞ്ഞെന്ന് മാത്രമേ ഞാൻ ശ്രദ്ധിക്കുന്നുള്ളൂ. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, ആരാധന, ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മത്തായി 20:11 സുന്ദരമായൊരു വചനമുണ്ട് ഇതിനോട് ബന്ധപ്പെട്ട്. അത് വാങ്ങുമ്പോൾ, മത്തായി 20:11, അത് വാങ്ങുമ്പോൾ അവർ വീട്ടുടമസ്ഥനെതിരെ പെരുപെറുത്തു. എന്താണ് പെരുപെരുപ്പനാണ്ടല്ലേ? എന്നാ കാര്യം? അവസാനം വന്ന് ഇവർ 1 മണിക്കൂറേ ജോലി ചെയ്തുള്ളൂ, എന്നിട്ടും പകലിൻ്റെ അധ്വാനവും ചൂടും സഹിച്ച ഞങ്ങളോട് അവരെ തുല്യരാക്കിയല്ലോ. അപ്പോൾ ഈ അവസാനം വന്ന ആൾക്കാരോട്, ആദ്യം വന്ന ആൾക്കാരോട് അവസാനം വന്ന ആൾക്കാരെ തുല്യരാക്കണ ഒരു പരിപാടിയുണ്ട്. അതാണിപ്പോൾ ഈ കർത്താവ് ചെയ്തത്. അതുകൊണ്ട് നീ നിരാശപ്പെടേണ്ട. നീ എന്തുകൊണ്ട് നിരാശപ്പെടേണ്ട എന്ന് വിചാരിച്ചാൽ ഒന്നും നമുക്ക് നഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ് സുവിശേഷം പറയണത്. അതാണ് 20:11 മത്തായി സുവിശേഷം. എന്താണ്? അവസാനം വന്നവർ 1 മണിക്കൂർ മാത്രമാണ് ജോലി ചെയ്തത്. 11 മണിക്കൂർ ജോലി ചെയ്ത ആൾക്കാരുണ്ട്. ആദ്യം വന്ന ആൾക്കാർ, അവരോട് ഞങ്ങളെ അങ്ങ് തുല്യരാക്കിയല്ലോ. അതിൻ്റെ അർത്ഥം എന്താണ്? അവസാനം വന്നവന് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവവേദനേ, ഇതുപോലെ മനുഷ്യരാശിക്ക് പ്രത്യാശ കൊടുക്കണ ഏത് വചനമാണുള്ളത്? നീ നഷ്ടപ്പെട്ടവളാണോ? നീ തകർന്നവളാണോ? നീ ഏതെങ്കിലും രീതിയിൽ നിൻ്റെ ജീവിതത്തിൽ കൈമോശം വന്ന് കൈവിട്ടു പോയെന്ന് തോന്നുന്നുണ്ടോ? കർത്താവ് വചനം നിന്നോട് പറയുന്നു, അവസാനം വന്നവരെയും ആദ്യം വന്നവരെയും തുല്യരാക്കിയിട്ടുള്ള ദൈവമാണ് നിൻ്റെതെങ്കിൽ നിനക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല. ദൈവത്തെ നിരാശപ്പെട്ട മനുഷ്യരെ, എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയെന്ന് ചിന്തിച്ചുകൊണ്ട് ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്ന മനുഷ്യർക്ക് ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല എന്ന് മനുഷ്യരാശി പറയുന്ന ഒരേ ഒരു പുസ്തകമാണ് കർത്താവിൻ്റെ വചനം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കർത്താവിൻ്റെ വചനത്തെക്കുറിച്ച് പറയാൻ കഴിഞ്ഞില്ലാതെ ലോക നിരീശ്വരന്മാരെക്കുറിച്ചും ലോകത്തിൻ്റെ സാംസ്കാരിക പണ്ഡിതന്മാരെക്കുറിച്ചാണ് ആൾക്കാരെ സംസാരിക്കുന്നത് കേട്ടാൽ നിനക്ക് പള്ളി നിറഞ്ഞെഴുന്നേറ്റ് പോകാവുന്ന കാര്യം എന്താണ്? പ്രഘോഷിക്കേണ്ടത് യേശു ക്രിസ്തു, അവൻ്റെ വചനം മാത്രമാണ്. ശ്രുതിയുടെ ഹല്ലേലൂയ, യേശു സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന. രോഗം ഉള്ളിടത്ത് കൈകൾ വെക്കുക. എവിടെയാണ് രോഗം? ശിരസ്സും ഉള്ളം കാലും ഉച്ചവരെ എവിടെയാണ് രോഗം? അവിടെ യേശുനാമത്തിൽ കൈവെക്കുക. എന്നിട്ട് നീ പറയുക, ഞാൻ ഈ കൈവച്ചിരിക്കുന്നത് യേശുനാമത്തിലാണ്. മരിച്ചുയർത്തുന്നേറ്റ യേശുവിൻ്റെ നാമത്തിൽ. കർത്താവേ, അങ്ങയുടെ മക്കൾ കൈവച്ച് പ്രാർത്ഥിക്കുകയാണ്. ലോകം മുഴുവൻ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന മക്കളെ, അവിടെ രോഗമുള്ള ഇടങ്ങളിലെല്ലാം നിന്റെ നാമത്തിൽ കൈവച്ച് പ്രാർത്ഥിക്കുന്നു. സ്നേഹീശോയെ, ഏതെല്ലാം രാജ്യങ്ങളിലും സംസ്ഥാനങ്ങളിലും വീടുകളിലുമൊക്കെ ജനങ്ങളിപ്പോൾ ലൈവായിട്ട് ഈ പ്രാർത്ഥന എപ്പോഴാണ് കൂടുന്നത് അപ്പോഴൊക്കെ കൈവച്ച് പ്രാർത്ഥിക്കുന്നവരെ ഞാനിപ്പോൾ അൽത്താരയിൽ ഓർത്ത് നിന്റെ തിരുസന്നിധി മുൻകൂറായി സമർപ്പിക്കുന്നു. കർത്താവേ, പലതരത്തിലുള്ള വേദന അനുഭവിക്കുന്നുണ്ട് ഈശോയെ. ജീവിതത്തിൻ്റെ പ്രാരാബ്ധങ്ങൾ അനുഭവിക്കുന്നവരെ,
സുവിശേഷത്തിൽ കുറിച്ചിട്ടതുപോലെ അവസാനം വന്ന് ചേരേണ്ടി വന്നവർ, ജോലിക്കായാലും വീടിനായാലും വിവാഹത്തിനായാലും പരീക്ഷകൾക്കായാലും പഠനത്തിനായാലും പരീക്ഷാ ഫലങ്ങൾക്കായാലും അവസാനം എത്തിച്ചേർന്നവർ തങ്ങൾ ആളുടെ പക്കലേക്ക് പോകുമെന്നറിയാതെ വേദനിച്ച് കർത്താവെ അവരവിടെ സത്യത്തിനെ ആശ്രയിച്ച് പരാജയപ്പെട്ട് നിരാശപ്പെട്ടിരിക്കുന്ന മനുഷ്യരെ ഇപ്പോഴും കർത്താവ് നിന്റെ നാമത്തിൽ ഉയർത്തി നിൽക്കുന്ന സമയമാകട്ടെ ഇത്. ഈശോ നിന്റെ തിരുമുറുവാർന്ന വലതുകരം എവിടെയെല്ലാം കൈകൾ വെക്കുന്നുവോ, ആരെല്ലാം കൈകൾ വെക്കുന്നുവോ അവിടെയെല്ലാം കർത്താവെ നിന്റെ തിരുമുറുവാർന്ന വലതുകരം കർത്താവെ ഇപ്പോൾ സ്പർശിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിപ്പിണർ പോലെ കർത്താവെ വൈദാഘാതം പോലെ ദൈവികമായ ശക്തി കർത്താവെ ഇടിശീലം കണ്ടത് പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിന്റെ അടയാളത്തിൽ മാറിയ രോഗങ്ങൾ യേശു നാമത്തിൽ മാറിപ്പോകട്ടെ. സ്തുതിയുടെ ഹല്ലേലൂയ. മക്കളെ, ഇനി നിങ്ങളെ കൂടാതെ നിങ്ങളുടെ ബന്ധുക്കൾ, വീട്ടിലുള്ളവർ, അവരുടെ ജീവിത ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഇപ്പം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിച്ചത്. ഇനി നിങ്ങളുടെ ബന്ധുക്കളുണ്ടാവും, മക്കളുണ്ടാവും, അതുപോലെ തന്നെ അയൽവാസികളുണ്ടാവും, നിങ്ങളുടെ സ്നേഹിതരുണ്ടാവും. പള്ളി പോകണമെങ്കിൽ നിങ്ങൾ എൻ്റെ കാര്യമൊന്ന് പറഞ്ഞേക്കണേ മാതാവിനോടൊന്ന് പറഞ്ഞ് നിങ്ങളെ പറഞ്ഞു വിട്ട ആൾക്കാരുണ്ടാവും. അവിടെയൊക്കെ വിഷയങ്ങൾ നീ ഇപ്പോൾ അനുസ്മരിക്കുക. അച്ഛൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അമ്മ മധ്യസ്ഥം വഹിച്ചുകൊണ്ട് അവരെ ആശ്വസിപ്പിക്കുന്ന സമയമാണിത്. കർത്താവെ, അനേകം മക്കൾ ഇപ്പോൾ ജീവിതത്തിൻ്റെ വ്യത്യസ്തങ്ങളായ ജീവിതാവസ്ഥകളെ അതിൽ പരാജയപ്പെട്ട് അവർ തോണി തുഴഞ്ഞ് തളർന്ന് തോണി കവന്ന് പോകുന്ന അവസ്ഥയിൽ, ഒഴുക്കിൽപ്പെട്ട് എവിടെയെങ്കിലും അടിയണ അവസ്ഥയിലേക്ക് പോകുന്ന ജപ്തി നടപടികൾ, പരീക്ഷയിലുള്ള തോൽവികൾ, അബോർഷന് വന്നു പോയിട്ടുള്ള അവസ്ഥകൾ, രോഗം വന്നിട്ട് വീട്ടിൽ 1, 2, 3 പേർക്ക് രോഗം വന്നിട്ട് പരസ്പരം നിരാശപ്പെട്ടിരിക്കുന്നവർ, കർത്താവെ കണ്ണീർ തളം കെട്ടി നിൽക്കുന്ന കുടുംബങ്ങൾ, വേദനയുടെ രക്തം തളം കെട്ടി നിൽക്കുന്ന കുടുംബങ്ങൾ, കർത്താവെ നീ ഇപ്പം തുടരണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഭൗതിക സാഹചര്യങ്ങൾ അസ്തമിച്ച് പോയവർ കർത്താവെ, കാനായിലെ കല്യാണ കുടുംബത്തിലേക്കെന്ന പോലെ ആ കുടുംബങ്ങളെല്ലാം കർത്താവെ അവിടെ വെറും വെള്ളത്തിൻ്റെ മേൽ കർത്താവെ നിൻ്റെ വിശുദ്ധകരം ഉയർത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധമ്മേ, ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷയുടെ പരിശുദ്ധമ്മേ, ദേവമാതാവേ, ആരെല്ലാം ഇപ്പോഴും കൃപാസ്ഥാനത്താറെ ആശ്വാസം കണ്ടെത്തിക്കൊണ്ട് ആശ്രയിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട്, അവിടെ എല്ലാം യേശുക്രിസ്തു ഉന്നതമായ നാമത്തിൽ അമ്മ പ്രാർത്ഥിക്കുന്നു. അമ്മ മധ്യസ്ഥം വഹിക്കുന്നു. കർത്താവിന് ഉന്നതമായ നാമത്തിൽ ശക്തി ധരിക്കുന്ന സമയമാണ് കർത്താവെ. ഇപ്പോഴടയാളം കാണിക്കുവാനും കർത്താവെ, സാക്ഷ്യം കർത്താവെ ഉണ്ടാകുവാൻ ഇടയാക്കണം പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ ചൊരിയട്ടെ, കർത്താവിൻ്റെ കരുണ ചൊരിയട്ടെ. ഈശോ നിൻ്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. ഭൗതിക ജീവിത സാഹചര്യങ്ങളിലെ, വിദ്യാഭ്യാസ സാഹചര്യങ്ങളിലെ, സാമ്പത്തിക സാഹചര്യങ്ങളിലെ കർത്താവെ, മദ്യപാനത്തിൽ അടിക്കപ്പെട്ട മക്കൾ, തൊഴിലുറപ്പിൽ അകപ്പെട്ടു പോയ മക്കൾ, തെറ്റായ പ്രണയബന്ധങ്ങളിൽ അകപ്പെട്ടു പോയ മക്കൾ, ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ട കുടുംബങ്ങളിലെല്ലാം കർത്താവെ നീ കയറി ചെല്ലണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ 35 വർഷത്തെ പൗരോഹിത്യത്തെ കർത്താവെ നീ ഇപ്പം മഹത്വപ്പെടുത്തുന്ന പ്രാർത്ഥിക്കുന്നു. ഈശോ സഭയിലുള്ള സാന്നിധ്യത്തെ നീ പ്രകടമാക്കുന്ന പ്രാർത്ഥിക്കുന്നു. അമ്മേ, പരിശുദ്ധ ദേവമാതാവേ, കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിൻ്റെ സ്ഥിരീകരണത്തിനായി, സ്ഥിരീകരണത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ നിങ്ങളെല്ലാ എല്ലാ തടസ്സങ്ങളെയും, എല്ലാ ദോഷങ്ങളെയും, എല്ലാ രോഗങ്ങളെയും യേശുക്രിസ്തു നാമത്തിൽ ഞാൻ അകറ്റുന്നു, സുഖപ്പെടുത്തുന്നു. ശ്രുതികട ഹല്ലേലൂയ, 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 യേശുവേ നന്ദി, ഹല്ലേലൂയ. ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയമുള്ളവരെ, ആശീർവാദം കഴിഞ്ഞാൽ ഉടനെ 1 മിനിറ്റ് ഒരു സുപ്രധാനമായ അറിയിപ്പുണ്ട്. നിങ്ങൾ ലൈവിൽ നിന്ന് പോകരുത്. ലൈവായിട്ട് ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്നവരും ശ്രദ്ധിക്കുക. ആശീർവാദം കഴിഞ്ഞിട്ട് കൃപാസനത്തിൽ നിന്ന് ഒരു സുപ്രധാനമായ അറിയിപ്പുണ്ട്. നിങ്ങൾ ലൈൻ വിട്ട് പോകരുത്. ഇപ്പോൾ മുട്ടിയിൽ നിന്നുകൊണ്ട് ആശീർവാദം സ്വീകരിക്കുക. ആരാധന, 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 യേശുവേ മഹത്വം, യേശുവേ ആരാധന, ആരാധന, ആരാധന.
ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഇരിക്കുക. പ്രിയമുള്ളവരെ, മുൻപ് കാലത്തിൻ്റെ